Hi all, welcome to Travel Business. It's me, Shamsad BK. ട്രാവൽ ബിസിനസ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇൻവോയ്സ് ഓൺലൈനിലൂടെ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് അവർ ചെയ്തിട്ടുള്ള സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളായിക്കോട്ടെ, അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻവോയ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിശ്വസ്തത, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആധികാരികത, ഇതെല്ലാം ഈ ഒരു ഇൻവോയ്സ് കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇൻവോയ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇൻവോയ്സ് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഇല്ലാത്ത, അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ സംരംഭകർക്കും പ്രൊഫഷണലായിട്ടുള്ള ഇൻവോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ ഒരുപാട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഒരു ടൂള് പരിചയപ്പെടുത്താം എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയ സംരംഭകർക്ക് അവരുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ അവരുടെ ലോഗോ ഉൾപ്പെടുത്തി ഒരു ഇൻവോയ്സ് അവരുടെ കസ്റ്റമറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ വഴി ഒരു ചിലവുമില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൂള് പരിചയപ്പെടാം. അതിനുവേണ്ടി സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുന്ന കുറേ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ടൂളുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹബ്സ്പോട്ട്, അതുപോലെ സോഹോ ഇൻവോയ്സ്. സോഹോ ഇൻവോയ്സ് ആകുമ്പോൾ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. ഹബ്സ്പോട്ട് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഹബ്സ്പോട്ട് ഇൻവോയ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഇൻവോയ്സ് ടെംപ്ലേറ്റ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ലോഗോ എന്നുള്ള അവിടെ നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ അവിടേക്ക് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡറിൽ നിന്ന് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ ഇൻവോയ്സിൽ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. ഇതെല്ലാം ഇതിൽ ഈ സ്റ്റാർ കാണുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം. വെബ്സൈറ്റ്, കമ്പനി അഡ്രസ്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, സ്റ്റാറില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ക്ലയൻറ്റിൻ്റെ കമ്പനി നെയിം, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഇവിടെ. അത് ഒന്നും സ്റ്റാർ മാർക്കില്ല, അതുകൊണ്ട് നിർബന്ധമില്ല. പിന്നെ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ സർവീസ് ബേസ്ഡ് കമ്പനി ആണോ എന്നുള്ളതാണ്. കമ്പനി ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. പിന്നെ ഇൻവോയ്സ് നമ്പർ നമുക്കിവിടെ കൊടുക്കാം. ഇൻവോയ്സ് ഡേറ്റ്, ഐറ്റം, എന്താണ് ഐറ്റം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നോട്ട്സ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കത് എന്തെങ്കിലും കമൻറ്റ് ഇവിടെ കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് നൗ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ അവർ ചോദിക്കും, നമ്മുടെ കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കവിടെ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഹോ ഇൻവോയ്സും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് സൈനപ്പ് ചെയ്യണം, എന്നിട്ടാണ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സ് ഇതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇൻവോയ്സ് വരിക. ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് എത്രത്തോളം കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ഇതിൽ ഡീറ്റെയിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇത്രേ കൊടുത്തിട്ടുള്ളൂ, അതാണ് ഇത്രയും കാര്യങ്ങൾ കാണുന്നത്. ക്ലയൻറ്റ് ഡീറ്റെയിൽ ഒന്നും നമ്മളൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ എല്ലാം ഈ ഇൻവോയ്സിൽ വരും. ഓക്കെ.
ഓക്കെ, അപ്പോൾ വളരെ ചെറിയ അല്ലെങ്കിൽ മറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ ഒരു ഇൻവോയ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി എങ്ങനെ അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാം, ഓൺലൈനിലൂടെ എങ്ങനെ അത് സാധ്യമാകും എന്നുള്ളത് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ബില്ലിംഗ് ടൂള് തന്നെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ ടൂളുകൾ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, ഇത് തന്നെ ഉപയോഗിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻവോയ്സ് കൊടുക്കാം എന്നുള്ളത് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻവോയ്സിനെ കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടാലന്റ് ബിസിനസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബ്ലോഗുകൾ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.